ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, ഭർത്താവിന്റെ അവിഹിതം നാട് മുഴുവൻ അറിഞ്ഞാലും സ്വന്തം ഭാര്യ അറിയില്ല. ഭർത്താവ് കൈവിട്ടു പോയി കഴിയുമ്പോഴായിരിക്കും എല്ലാ ഭാര്യമാരും അത് അറിയുന്നത്. ഇതൊക്കെ അറിയാതെ കയറി ചെന്ന് ഇവന്മാർക്ക് തലവെച്ച് കൊടുത്താലുണ്ടല്ലോ, അവസാനം നമ്മൾ തേഞ്ഞൊട്ടിപ്പോവും. അതുകൊണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് മതി അവനെ കയറി പ്രേമിക്കുന്നത്. അതിപ്പോ അറിയാൻ എന്താ മാർഗം? ഒരു മാർഗമുണ്ട്. നമുക്കൊരു ഗെയിം കളിക്കാം. എന്ത് ഗെയിം? എടി, നിന്നെ അവൻ കണ്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് നീയാണെന്ന് പറഞ്ഞ് ഞാൻ അവന്റെ മുമ്പിൽ ചെല്ലുന്നു, അവനോട് സംസാരിക്കുന്നു. അത് വേണോ? വേണം. നിനക്ക് ലോകപരിചയം കുറവാ, ആളുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവില്ല. ഈ പറയുന്ന ആൾക്കത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാനും ആദ്യം നിന്നെ പോലൊരു പൊട്ടിയായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്കതൊക്കെ തിരിച്ചറിയാനുള്ള അനുഭവമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് ചെല്ലണമെന്ന് അവൻ പറഞ്ഞിട്ടുള്ളത്. ഓഹോ, അവൻ അങ്ങനെയും പറഞ്ഞോ? അത് നമുക്ക് ശരിയാക്കി കൊടുക്കാം. നമുക്ക് അവൻ അമ്പലത്തിൽ വെച്ചെന്ന് കാണാം. എന്നിട്ട് നീ ഒറ്റയ്ക്ക് പോവാനോ? അത് വേണ്ട, ഞാനും കൂടെ വരും. നീ കൂടെ വന്നോ? എന്നിട്ട് ദൂരെ മാറി നിന്ന് കളി കണ്ടാ മതി. അവന്റെ മുമ്പിൽ നീ പ്രത്യക്ഷപ്പെടുന്നില്ല, പകരം ഞാൻ അവനോട് സംസാരിച്ച് നയത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ നമുക്കിത് പ്രൊസീഡ് ചെയ്യാം. അഥവാ ഓക്കെ ആണെങ്കിൽ ഈ ആൾ മാറട്ടെ അവന് ഇഷ്ടപ്പെടുവോ? അതൊക്കെ നമുക്ക് അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. ഒരു എൻട്രൻസ് എക്സാം പോലെ, പ്രേമത്തിന്റെ ഒരു എക്സാം ആണിത്. അതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ലെന്നേ. നീ അവനെ വിളിച്ച് നാളെ വൈകിട്ട് അമ്പലത്തിൽ വെച്ച് കാണാന്ന് പറയും. ബാക്കി ഞാൻ നോക്കിക്കോളാം. മൂർത്തി പറയുന്നത് സത്യം തന്നെ ആണല്ലോ അല്ലേ? അതെ, സത്യമാണ്. ഇന്നലെ രാത്രി മുഴുവൻ സച്ചി ലക്ഷ്മിക്ക് അരികിൽ തന്നെയായിരുന്നു. അപ്പോ നമ്മള് കരുതിയിരുന്ന പോലുള്ള ഒരു അടുപ്പം അല്ല അവര് തമ്മിലുള്ളത്. അതിനേക്കാൾ വളരെ ആഴത്തിലുള്ളതാ. അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അർച്ചനയ്ക്ക് ഇത് തന്നെ കിട്ടണം. ഭർത്താവിനെ കുറിച്ച് അത്രയ്ക്ക് വിശ്വാസമായിരുന്നല്ലോ അവക്ക്. എല്ലാം ഇതോടെ തെറ്റും. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്നാണല്ലോ. അങ്ങനെ എപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടിട്ട് നമുക്കെന്താ നേട്ടം? ഇതൊരു ഗോൾഡൻ ചാൻസാ. ലക്ഷ്മിയിൽ തട്ടി സച്ചിയുടെ അർച്ചനയുടെയും ജീവിതം തകരണം. പ്രാണനെ പോലെ അവള് സ്നേഹിക്കുന്ന സച്ചിക്ക് ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് അവള് മനസ്സിലാക്കണം. ഇക്കാര്യം അറിഞ്ഞാൽ അർച്ചന എന്നല്ല ഒരു പെണ്ണിനും സഹിക്കാൻ കഴിയില്ല. ഇനിയും കാത്തിരിക്കണോ? കയ്യിൽ കിട്ടിയ ഈ ആയുധം എടുത്ത് ഉപയോഗിച്ചുകൂടെ? ഇല്ല, ഇനിയും കാത്തിരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ചാൻസ് ഉപയോഗിക്കാൻ തന്നെ എന്റെ തീരുമാനം. ഭാര്യ പ്രസവിച്ചെടുക്കുമ്പോ ഭർത്താവിന്റെ ഒരു ലീലാവിലാസം. അർച്ചനയുടെ മനസ്സിൽ സംശയത്തിന്റെ ഒരു വിത്തിട്ടാ മതി. സച്ചിയെക്കുറിച്ചുള്ള അർച്ചനയുടെ എല്ലാ വിശ്വാസവും പൊട്ടി തകർന്നോളും. ഹലോ, നിനക്ക് സുഖാണോടി? അതറിഞ്ഞിട്ട് എന്ത് വേണം? നിന്റെ ഭർത്താവിന് കുറച്ച് സുഖം കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതിനെക്കുറിച്ച് വല്ലതും നീ അറിയുന്നുണ്ടോ? അല്ല, നീ അവിടെ പെറ്റെടുക്കല്ലേ? ഭർത്താവ് എന്ത് കാണിച്ചാലും നീ അറിയ പോലും ഇല്ല. മനസ്സിലായില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. അത് നല്ലതുപോലെ അവനറിയാം. അതുകൊണ്ടാ നീ അറിയാതെ ഇതെല്ലാം ചെയ്തു കൂട്ടാൻ അവന് ധൈര്യം വരുന്നത്. എന്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയരുത്. എന്നിട്ട് എവിടെ
നിന്റെ സ്നേഹനിധിയായി ഭർത്താവ് ഇപ്പോ നിന്റെ കൂടെ ഉണ്ടോ? അതെ, നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ശരി, സമ്മതിച്ചു. നിന്റെ ഭർത്താവ് എവിടെയാണെന്ന് ഞാൻ അറിയേണ്ട കാര്യമില്ല. പക്ഷേ അത് നീ അറിയണ്ടേ? എന്റെ ഭർത്താവ് എവിടെ പോകുന്നു, എപ്പോ വരുന്നു എന്നൊക്കെ അന്വേഷിക്കാനേ ഞാൻ ഇവിടെ ഉണ്ട്. അതൊന്നും നിങ്ങൾ അന്വേഷിക്കണമെന്നില്ല. ഇന്നലെ രാത്രി നിന്റെ ഈ പറയുന്ന ഭർത്താവ് എവിടെയായിരുന്നെന്ന് നിനക്കറിയോ? ഹൈ, എന്താ മിണ്ടാത്തത്? നീ ഒന്ന് ഞെട്ടി, അതെനിക്ക് മനസ്സിലായി. എന്നാലേ നീ കേട്ടോ, നിന്റെ ഭർത്താവ് ഇന്നലെ രാത്രി മുഴുവൻ ഏതോ ഒരു പെണ്ണിന്റെ കൂടെ അവളുടെ വീട്ടിലായിരുന്നു എന്നാ ഞാൻ കേട്ടത്. കൊള്ളാം. ഇതിലും വലിയ നുണേ ഈ നൂറ്റാണ്ടിൽ കേൾക്കാൻ പറ്റില്ല. ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ? നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞത് സത്യമാണോന്ന് അവനോട് ചോദിക്ക്. അല്ല, ഇന്നലെ രാത്രി എപ്പോഴെങ്കിലും നീ അവനെ വിളിച്ചായിരുന്നോ? ആ എടുത്തി. ആ, സച്ചേട്ടൻ എവിടെ പോയതാ സന്ദീപ്? പുറത്തേക്ക് പോയിരിക്കാം. ആരെയോ അത്യാവശ്യമായിട്ട് കാണാനുണ്ടെന്നാ പറഞ്ഞേ. അല്ല, എവിടെ പോവാണെന്ന് ചോദിച്ചില്ലേ? ചോദിച്ചതാ. ഇപ്പൊ വരാന്ന് പറഞ്ഞ് തിരക്കിട്ട് ഇറങ്ങിപ്പോയി. ഒന്നും പറഞ്ഞില്ല. എടി, നാട്ടിൽ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, ഭർത്താവിന്റെ അവിഹിതം നാട് മുഴുവൻ അറിഞ്ഞാലും സ്വന്തം ഭാര്യ അറിയില്ല. ഭർത്താവ് കൈവിട്ടു പോയി കഴിയുമ്പോഴായിരിക്കും എല്ലാ ഭാര്യമാരും അത് അറിയുന്നത്. പിന്നെ കേട്ടത് സത്യമാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നീ ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? എന്റെ സച്ചേട്ടനെ കുറിച്ച് ഇങ്ങനെ കള്ളത്തരം പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? സ്വന്തം ഭർത്താവിനെ 7 വർഷം പൂട്ടിയിട്ട് പീഡിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ കൂടെ കറങ്ങി നടന്ന നിങ്ങളാ എന്റെ ഭർത്താവിന്റെ സദാചാരത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്റെ സച്ചേട്ടൻ എന്നോട് അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് 100% ബോധ്യമുണ്ട്. എന്റെ ഭർത്താവിന് അവിഹിതം ഉണ്ടെങ്കിലേ ഞാനതങ്ങ് സഹിച്ചു. മേലിൽ ഈ കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. വച്ചിട്ട് പോയേ. മതി. സംശയത്തിന്റെ ഒരു തീപ്പൊരി അത് അർച്ചനയുടെ മനസ്സിൽ വീണു കഴിഞ്ഞു. അർച്ചനയല്ല, അവളേക്കാ വലിയ സാവിത്രി ആയാൽ പോലും ഈ നിമിഷം മുതൽ അവള് ഭർത്താവിനെ സംശയിക്കാൻ തുടങ്ങും. എനിക്കത് ഉറപ്പാ. കാരണം ഈ ലോകത്ത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാത്തതായ ഒരു കാര്യമേ ഉള്ളൂ, സ്വന്തം ഭർത്താവിന്റെ വിശ്വാസവഞ്ചന.